ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. 75ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ വിശിഷ്ടാതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ. കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ ഒരേ സമയം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ മിഷനറി സംഘം ഏത്? ചർച്ച് മിഷൻ സൊസൈറ്റി. സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏത്? 66F. ഏത് രോഗം തിരിച്ചറിയാനാണ് സ്പാറ്റുല ടെസ്റ്റ് നടത്തുന്നത്? ടെറ്റനസ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന കൃതി 1.25 കോടി മലയാളികൾ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ശ്രീകുമാർ. സ്ഥാപിതമായതിൻ്റെ 75ാം വാർഷികം 2024 ജനുവരിയിൽ ആഘോഷിച്ച സ്ഥാപനമേത്? സുപ്രീം കോടതി. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ടതെന്ന്? 1946 ഡിസംബർ 6. ഭരണഘടനയുടെ ആമുഖം ഇതുവരെയും എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 പ്രാവശ്യം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രി. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാനായി സൗഹൃദസമേതം എന്ന ആത്മഹത്യാ പ്രതിരോധ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല? തൃശൂർ. ആമസോൺ കാടുകളിൽ വിമാനം തകർന്ന് കാണാതായ കുട്ടികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയതിൻ്റെ പേര്? ഓപ്പറേഷൻ ജംഗിൾ. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ വേദിയാകുന്ന നഗരം? പാരീസ്. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി? ജ്വാല. ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശങ്ങളിൽ കൊടുങ്കാറ്റുകൾ അറിയപ്പെടുന്ന പേര്? സൈക്ലോൺ. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ സംസ്ഥാനം? കേരളം.